അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, റഹ്മാനും ഖദീറുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിലെ രഹസ്യവും പരസ്യവും ഒരുപോലെ കൊണ്ടുപോകണമേ എന്ന് സ്വന്തം പോലെ നമ്മൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അലിഫുകളെ സംബന്ധിച്ചാണ് മനസ്സിലാക്കിയിരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹംസത്തുൽ വസ്ൽ, അതേപോലെ തന്നെ ഹംസത്തുൽ ഖത്അ, മൂന്നാമത്തേതാണ് ഹംസത്തുൽ തസ്ഹീൽ. ഈ മൂന്നിനങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹംസത്തുൽ വസ്ൽ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഹംസത്തുൽ വസ്ലിനെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് ഗഹനമായി പഠിക്കേണ്ടതുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. ആ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരാം ഇൻഷാ അല്ലാഹ്. ഇതിൽ ഹംസത്തുൽ വസ്ലാണ് കൂടുതൽ പഠിക്കാനുള്ളത്. ഹംസത്തുൽ ഖത്അ വളരെ സിമ്പിളായി പഠിക്കാൻ പറ്റുന്നതാണ്. ഹംസത്തുൽ തസ്ഹീൽ ഖുർആൻ ഒരു ഭാഗത്ത് മാത്രമേ അത് കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ എന്താണ് നമുക്ക് വിശദീകരിക്കാം. ആദ്യം തന്നെ ഹംസത്തുൽ വസ്ലിന്റെ രൂപം എന്താണ് നമുക്കറിയാം. ഖുർആൻ നമുക്ക് സൂറത്ത് ഫാത്തിഹ തന്നെ എടുത്താൽ അതിന്റെ ഫാത്തിഹയുടെ തുടക്കം തന്നെ നമുക്ക് ആയത്തിന്റെ അല്ല അൽഹംദുലില്ലാഹി എന്ന് തുടങ്ങുന്നതിനടുത്ത് ആ അലിഫിന്റെ മുകളിലായിട്ട് ഒരു സ്വാദ് എഴുതിയിട്ട് അത് മുറിഞ്ഞതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുറിഞ്ഞിരിക്കുന്ന രീതിയിൽ കാണാൻ സാധിക്കും. സ്വാദ് എഴുതിയിട്ട് മുറിഞ്ഞിരില്ല. അതാണ് ഹംസത്തുൽ വസ്ലിന്റെ രൂപം. അപ്പോൾ ഹംസത്തുൽ വസ്ലിന്റെ രൂപം എന്ന് പറഞ്ഞാൽ ഈ സ്വാദ് മുറിഞ്ഞ രീതിയിലാണ്. അത് വസ്ലി എന്നതിന്റെ ഒരു എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കാണിച്ചു കൊടുത്തിരിക്കുന്നതാണെന്നുള്ളതാണ്. പിന്നെ അടുത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുകയാണ്. ഇനി ഹംസത്തുൽ വസ്ൽ എപ്പോഴൊക്കെയാണ് ഉച്ചാരണം വരുന്നു എന്നതാണ്. നമുക്ക് പദത്തിന്റെ ആദ്യം വന്നാൽ ഉച്ചാരണം നൽകണം എന്ന് പറഞ്ഞാൽ നമ്മൾ സൂറത്ത് ഫാത്തിഹയിലുള്ള ഒരു ആയത്താണ്. ഒരുപാട് ആയത്തുകൾ അതിനുണ്ട്. ആ ആയത്തിൽ നോക്കി ഹംസത്തുൽ വസ്ൽ ആദ്യത്തിൽ വന്നിട്ടുണ്ട്. ഈ ഹംസത്തുൽ വസ്ൽ വന്നതിന് ശേഷം നമുക്ക് വായിക്കുന്നത് എങ്ങനെയാണ്, അൽഹംദുലില്ലാഹ് അല്ലെ. ഇവിടെ നമ്മൾ ശരിക്കും ഈ ഹംസത്തുൽ വസ്ലിന് ഫതഹൊന്നും കൊടുത്തിട്ടില്ല. ഫതഹൊന്നും കൊടുക്കാത്തത് തന്നെയാണ് ഹംസത്തുൽ വസ്ലിന് നമ്മൾ ആ എന്നൊരു ഉച്ചാരണം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി അതിന് പദങ്ങൾ ഇടയിൽ വന്നാലോ അതിന് ഉച്ചാരണം പാടില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ വായിച്ച ആയതിന് തുടർച്ചയായി നമ്മൾ നോക്കിക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ ഹംസത്തുൽ വസ്ൽ വന്നിട്ടുണ്ട്, പക്ഷെ അത് ഉച്ചരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇതൊരു ഒരു സെന്റൻസിന്റെ ഇടയിലാണ് ഹംസത്തുൽ വസ്ൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ ആദ്യം വന്നതിന്റെ ഷിദിയുടെ ഇടയിൽ വന്നുകൊണ്ട് ഈ ഹംസത്തുൽ വസ്ൽ ഉച്ചരിക്കൂല. അപ്പൊ റബ്ബിൽ നേരെ റബ്ബിൽ ഈ സുക്കൂനായ ലാമിലേക്ക് നേരെ ചേർത്തി വായിക്കണം. ഇത് ഉച്ചരിക്കാൻ പാടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി മദ്ദിന് ശേഷം വന്നാൽ ഹദഫ് ചെയ്യുമെന്നാണ്. ആ മദ്ദിനെ എന്താണ് ഹദഫ് ചെയ്യാന്ന് പറഞ്ഞാല് ഹദഫ് ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ അത് എടുത്തു കളയുന്ന ആ മദ്ദിനെ എടുത്തു കളയും. എങ്ങനെ? ഉദാഹരണം, ഒരുപാട് ഉദാഹരണങ്ങൾ ദമ്മിനുണ്ട്, അതേപോലെ തന്നെ അലിഫ് മദ്ദിനുണ്ട്, വാവ് മദ്ദിനുണ്ട്, അലിഫ് മദ്ദിനുണ്ട്, യാ മദ്ദിനുണ്ട്. നോക്കാം നമുക്ക്. വിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. ഒരു സൂറത്തിന് തുടക്കമാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ആ തുടക്കം? അല്ലെ, തക്വീർ എന്ന സൂറത്തിന്റെ അതിന്റെ തുടക്കത്തിൽ തന്നെ നോക്കിയാൽ നിങ്ങൾ അലിഫ് മദ്ദു വന്നതിന് ശേഷം ഹംസത്തുൽ വസ്ൽ വന്നപ്പോ എന്തായി? ഈ അലിഫ് മദ്ദിനെ എന്താക്കിയില്ല, ഉച്ചരിച്ചില്ല. ഈദാ അശ്ശംസു എന്ന് വായിച്ചില്ല. നമ്മൾ എന്താ വായിച്ചത്? ഈദശ്ശംസു കണ്ട ഈ ഷീനിലേക്ക് നമ്മൾ നേരെ ചേർത്തേക്കാം. അപ്പോ ഈദശ്ശംസു. ഇനി ഫിൽ അർളി, ഫീ അൽ അർളി എന്ന് വായിക്കുന്നിടത്ത് നമ്മൾ എന്താ വായിച്ചത്? ഈ ഹംസത്തുൽ വസ്ൽ വന്നുകൊണ്ട് ഈ മദ്ദിനെയും ഈ അലിഫ് മദ്ദിനെയും യാ മദ്ദിനെയൊക്കെ എടുത്തു കളഞ്ഞു, ഹദഫ് ചെയ്യുന്നതാണ്. അപ്പൊ ഹദഫ് ചെയ്തപ്പോ എന്തായി? ഫിൽ അർളി. ഇവിടെ ഈദശ്ശംസു എന്തായി? ഇത് വഅമിലു സ്വാലിഹാത്ത് അടാ, വഅമിലു വഅമിലു എന്ന രീതിയിലേക്ക് പാരായണം. അപ്പോ ഈ മദ്ദിന് ശേഷം ഹംസത്തുൽ വസ്ൽ വന്നാൽ ഹദഫ് ചെയ്യും. അതാണ് നിങ്ങൾ നാലാമതായി പഠിക്കേണ്ടത്. ഇനി അതിനൊരു നാമത്തിന്റെ മുന്നിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു നാമം ഇസ്മ, അതേപോലെ തന്നെ ഇബ്ന്,
അപ്പോൾ ഇസ്നാൻ ഇങ്ങനെ രീതിയിലൊക്കെ ഒരു നാമത്തിന്റെ മുന്നിൽ വരികയാണ്. അലിഫ്ലാം ഒന്നുമില്ല, ഹംസുൽ വസ്ൽ വരികയാണ്. അതിനൊരു ഉദാഹരണം കാണാൻ സാധിക്കും. നമുക്കറിയാം സൂറത്ത് അഅല അതിന്റെ തുടക്കം തന്നെ സബ്ബിഹിസ്മ റബ്ബിക്കൽ റബ്ബിക്കൽ അഅല, അതിന് അലിഫ്ലാം വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇവിടെ നോക്കി ഇസ്മ എന്നുള്ളതിന് ഒരു നൗണാണത്. ആ നൗണിന് അലിഫിന് ഹംസുൽ വസ്ൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളത് ഉച്ചരിക്കാൻ പാടില്ല. കാരണം എന്താ? സബ്ബിഹിസ്മ അത് ഇടയിൽ വന്നെന്ന് പറയാം, പക്ഷെ ഇടയിൽ വന്നതിന് ലാമ് വേണം. നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഈദശംസു അലിഫ്ലാം ഉണ്ട്, അതിന്റെ മുകളിലാണ് ഹംസുൽ വസ്ൽ വന്നിട്ടുള്ളത്. ഇവിടെ അലിഫ്ലാം ഒന്നും ഇല്ല, വലിയൊരു ഇസ്മാണ്. അതുകൊണ്ട് ഇന്നബനി, മറ്റൊരു ആയത്തിലാണ് ഇന്നബനി, അവിടെ ഇന്നാന്ന് എഴുതിട്ട് ഇബനി എന്ന് എഴുതിയിട്ടുണ്ട്. വേറൊരു ആയത്തിലേക്ക് ഒരു ആയത്തുണ്ട്. അപ്പോ ഇവിടെ എന്ന് വായിക്കരുത്. കാരണം ഒരു നാമത്തിന്റെ മുന്നിലാണ് ഹംസുൽ വസ്ൽ വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിലും നമ്മൾ ഒരിക്കലും അത് ഉച്ചരിക്കാൻ പാടില്ല എന്നാണ്. ഇനി ഹർഫുൽ മാത്രമേ ഹംസുൽ വസ്ൽ വരുള്ളൂ. ഏതൊക്കെയാണ് ഹർഫുകൾ നമുക്കറിയാം. ഷംസിയ, ഖമരിയ എന്ന് പറയുന്ന ഹർഫുകൾ ഉണ്ടല്ലോ, അതിന് മുകളിൽ മാത്രമേ ഹംസുൽ വസ്ൽ വരുള്ളൂ. ഏതൊക്കെയാണ്? അൽ ഖമർ, അഷംസ്, അതുപോലെ തന്നെ അന്നബി, ഇങ്ങനെ പറയുന്ന ഹർഫുകൾ. അലിഫ് എന്ന ഹർഫിന്റെ മുകളിലൊക്കെ ഹംസുൽ വസ്ൽ വരുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതൊരു 6ാമത്തെ നിയമമായിട്ട് മനസ്സിലാക്കുക. ഇനി 7ാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് കുറച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കി വെച്ചു. നമ്മൾ നോർമൽ മനസ്സിലാക്കിയ ഹംസുൽ വസ്ൽ എന്ന് പറയുന്ന ഈ ഒരു ഹംസ, അതിന് ആ എന്ന ഉച്ചാരണത്തിന് പുറമെ ഈ എന്നുണ്ട്, ഉ എന്ന ഉച്ചാരണമുണ്ട്. ഇത് നമ്മൾ ഇത്രയും പഠിച്ചതല്ല ആ എന്ന രീതിയിലാണ്. പക്ഷെ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്? ആ ഹംസുൽ വസ്ലിന് ഉ എന്ന ഉച്ചാരണം വരും, ഈ എന്ന ഉച്ചാരണം വരും. അത് ചില സന്ദർഭങ്ങളിലാണ്. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ നോക്കി, ഒരു ക്രിയയുടെ ഒരു വെർബിൽ വരികയാണെങ്കിൽ ആ വെർബിന്റെ മുന്നിൽ ഹംസുൽ വസ്ൽ ഒരു ഓർഡർ വെർബ് എന്ന് പറയാം. അത് എടുക്കൂ, പോകൂ, നോക്കൂ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു വെർബ് അറബിയിൽ പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് അലിഫ് വരും. അതിന് മുകളിൽ ഹംസുൽ വസ്ൽ എന്തുണ്ടാവും? ഖുർആനിലുണ്ടാവും കേട്ടോ. ഖുർആനിലുണ്ടാവുമ്പോൾ അതിന്റെ 3ാമത്തെ പദം അതിന് ഹർക്കത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഖുർആൻ നോക്കുമ്പോൾ ഹർക്കത്ത് വെക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അവിടെ എന്താണെന്നുള്ള ഉച്ചാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഹർക്കത്തിന് ഫത്തഹോ കെസ്റോ ആണ്, ദൊമ്മാകാൻ പാടില്ല. ഫത്തഹോ കെസ്റോ 3ാമത്തെ അക്ഷരത്തിന് കേട്ടോ. അപ്പൊ അലിഫ് മുതൽ നിങ്ങൾ എണ്ണ, അലിഫ് 1 2 3, 3ാമത്തെ അക്ഷരത്തിന് ഫത്തഹാണോ കെസ്റാണോ എങ്കിൽ നിങ്ങൾ ഉച്ചരിക്കേണ്ടത് ഈ എന്ന വികാരം കൊടുക്കണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ. ഇവിടെ നിങ്ങൾ എങ്ങനെ വായിക്കാം? നിങ്ങൾ ഇവിടെ ഇങ്ങനെ വായിക്കാം. നിങ്ങൾ സൂറത്ത് ഫാത്തിഹ ഓതിയിരുന്നല്ലോ, അത് നിങ്ങൾ പഠിച്ചല്ലോ. ഇഹ്ദീന അല്ലെ, ഇഹ്ദീന, ഈ കൊടുത്ത്, ഈ വികാരം കൊടുത്ത് ഇഹ്ദീന. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇഹ്ദീന എന്നല്ല, ഇഹ്ദീന എന്ന് വായിക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇഹ്ദീന. ഇപ്പൊ ഇസ്ബിൽ, അതേപോലെ തന്നെ ഇഅ്മലൂ, അതേപോലെ തന്നെ ഇത്തബിഉ. കാരണം എന്താ? ഫതഹ് വന്നു, കെസ്ർ വന്നു. ഇതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫതഹാണോ 3ാമത്തെ അക്ഷരത്തിന്, കെസറാണോ 3ാമത്തെ അക്ഷരം എങ്കിൽ ഹംസുൽ വസ്ലിന് കെസർ കൊടുത്ത രീതിയിൽ വായിക്കണം. വായന മാത്രമേ ഉള്ളൂ, അതിൽ ഹർക്കത്ത് ഒരിക്കലും ഇടാൻ പാടില്ല. നമ്മൾ ഖുർആനിൽ ഇടുകയുമില്ല. ചില സന്ദർഭങ്ങളിൽ മാത്രമേ അത് ഇടുള്ളൂ. ആ സന്ദർഭങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നതാണ്. അപ്പൊ അതാണ്. ഇനി 3ാമത്തെ അതിൽ മറ്റൊരു കാര്യമാണ്, 9ാമത്തെ നിയമമാണ്. ഒരു ക്രിയയുടെ 3ാമത്തെ പദത്തിൽ ഉ എന്ന ആ ഒരു ഉച്ചാരണം വന്നാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഉ എന്നാക്കണം. ഏതാണ് ഉദാഹരണം? ഉൻദുർ. അണ്ടാ, ഉൻദുർ 3ാമത്തെ പദത്തിന് ബൊമ്മൻ, അലിഫ് വന്നിട്ടുണ്ട്, നോന് വന്നിട്ടുണ്ട്, ല എന്ന അക്ഷരം വന്നിട്ടുണ്ട്. അപ്പൊ ഉൻദുർ, പിന്നെ വാവ് വന്നാലോ? വാവ് വന്നാൽ ഉത്തുലു ആവൂല, വസ്ലു എന്നാവും കേട്ടോ. അപ്പൊ എന്ന രീതിയിൽ നമ്മൾ അത് പാരായണം. എന്ന് ഇനി ഖുർആനിൽ ഈ 3ാമത്തെ ലൊമ്മായി വരുന്ന ഒരായത്ത് സൂറത്ത് അഹ്ഖാഫിൽ 4ാമത്തെ വചനം. അത് ഇൻഷാ അല്ലാഹ് ഹിഫ്ള് പഠിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ. ആ ഹംസുൽ വസ്ൽ, അതിനുശേഷം ആ ഹംസുൽ വസ്ലിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ എന്ന വികാരം കൊടുക്കണമെന്നാണ്.
ഈ എന്ന വികാരം. അതാണ് പാരായണ നിയമം. കാര്യങ്ങൾ പാരായണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹാഫിദിങ്ങൾ നിങ്ങളുടെ മുഅല്ലിമുകളും മുഅല്ലിമത്തുകളും നിങ്ങൾക്ക് ഓതി തന്നത് എന്തായിരിക്കും? ഈ തൂനി. അതോ ശ്രദ്ധിച്ചോ, സൂറത്തുൽ അഹ്ഖാഫിലെ 4-ാമത്തെ വചനത്തിൽ അവിടെ നിങ്ങൾ വായിക്കേണ്ടത് എങ്ങനെയാണ്? ഈ തൂനി. ഇവിടെ നിങ്ങൾ പഠിച്ചത് ഹംസുൽ വസ്ലിന് ശേഷം 3-ാമത്തെ ആ അക്ഷരത്തിന് ലൊമ്മാണെങ്കിൽ ഊ എന്ന് വായിക്കണം. പക്ഷെ ഇവിടെ മാത്രം സൂറത്തുൽ അഹ്ഖാഫിലെ 4-ാമത്തെ വചനത്തിന് മാത്രം എന്ത് ചെയ്യണം? ഈ തൂനി ഉണ്ടാവും. ഈ തൂനി ബി കിതാബ് എന്ന രീതിയിലാണ് വായിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അവസാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു 10-ാമത്തെ നിയമമാണ് തൻവീന്. ഫതഹ് തൻവീനോ കസ്റ തൻവീനോ ദമ്മ തൻവീനോ ശേഷം വന്നാൽ നീ ചേർത്തി ഓതും. എങ്ങനെയാണ്? ഉദാഹരണത്തിന് ഖൈറനിൽ വസിയ. ഇവിടെ നൂന് ചേർത്തി നമ്മൾ പാരായണം ചെയ്യണം. ഖൈറനിൽ വസിയ. ഇവിടെ നിങ്ങൾ പാരായണം ഖൈറനിൽ വസിയ. ഖൈറനിൽ വസിയ. ഒരുപാട് ഏകദേശം 12ഓളം ആയത്തുകൾ തൻവീനും ശേഷം ഹംസുൽ വസ്ൽ വരുമ്പോൾ നിങ്ങൾ പാരായണം ചെയ്യണം. സൂറത്തുൽ കഹ്ഫിലൊക്കെ അങ്ങനെ ഉണ്ട്. ആ രീതിയിലൊക്കെ നിങ്ങൾ പാരായണം ചെയ്യണം. നിങ്ങൾ മുഅല്ലിമുകൾ നിങ്ങൾക്കത് പഠിപ്പിച്ചു തരും. ആ രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ഖുർആന്റെ പാരായണം ഹംസുൽ വസ്ൽ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്താണ് ഹംസുൽ ഖത്അ വളരെ സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളെല്ലാ അലിഫിന് മുകളിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ഹംസ വരും, ഫതഹ അബുൻ അല്ലെ, ഇതാണ് ഖത്അ. ഇനി അഹദുൻ അല്ലെങ്കിൽ അഹദ് അല്ലെ, അഹദുൻ, ഇതാണ് ഹംസുൽ ഖത്അ. ഈ ഹംസയാണ് ഖത്അയായ ഹംസ എന്ന് പറയുന്നത്. ഈ ഹംസ ഇതിനുള്ള ഉമ്മുൻ എന്ന രീതിയിൽ പറയുന്ന ആ ഹംസയാണ് ഹംസുൽ ഖത്അ എന്ന് പറഞ്ഞാൽ. ഖത്അ എന്ന് പറഞ്ഞാൽ സാധാരണ നോർമലി വരുന്ന അക്ഷരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി നോക്കുക. ഹംസുൽ ഖത്അഇന്. ഇനി ഹംസുൽ ഖത്അഇന് പുറമെ ഹംസുൽ തസ്ഹീൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി നിങ്ങൾ ഖുർആനിൽ ഒറ്റയിടത്ത് മാത്രമേ ഹംസത്തു തസ്ഹീൽ ഉള്ളൂ. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ മാത്രമാണ്. സൂറത്തുൽ ഫുസ്സിലത്തിൽ 44-ാമത്തെ വചനത്തില് നിങ്ങൾ ഹംസയെ കാണാം, ഹംസുൽ ഖത്അഇനെ കാണാം. ഇതാണ് ഹംസുൽ ഖത്അ. ഈ ഹംസുൽ ഖത്അഇന് ശേഷം ഒരു അലിഫ് കാണാം. അതിന്റെ മുകളിൽ ഡോട്ട്സ്, ഒരു ബ്ലാക്ക് ഡോട്ട് നിങ്ങൾ കാണാം, ഒരു ബ്ലാക്ക് കുത്ത്, കറുത്ത കുത്ത്. അതിന് നിങ്ങൾ പാരായണം ചെയ്യുന്നത് ഹംസുൽ തസ്ഹീൽ എന്ന നിയമത്തിലൂടെ. എങ്ങനെയാണ്? എങ്ങനെ വായിക്കേണ്ടത്? രണ്ട് ഹംസയായിട്ട് ഉച്ചരിക്കണം എന്നുള്ളതാണ്. അതാണ് ഹംസുൽ തസ്ഹീൽ എന്നുള്ളത്. ഏത് സൂറത്ത്? ഫുസ്സിലത്തിൽ 44-ാമത്തെ ആയത്ത് നിങ്ങൾ എടുത്തു നോക്കാം. അവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഡോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഖുർആനിൽ ഒരൊറ്റയിടത്തും മാത്രമേ ഉള്ളൂ. ഉസ്മാനി ഖുർആനിലൊക്കെയാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അത്തരത്തിൽ ആ രീതിയിൽ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. എന്നൊരായത്താണ്. എന്ന് പറയുന്ന ആയത്ത് കൃത്യമായി പഠിക്കാനും ശ്രമിക്കുക. തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. മുഅല്ലിമുകൾ പറയുന്ന ആക്ടിവിറ്റീസുകൾ, അവർ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ എല്ലാ തിന്മയിലും ശ്രദ്ധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.